നമസ്കാരം. ഞാൻ ഇതിന് മുന്നൊരു ഇടയ്ക്ക് കോർക്കുന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഇടയ്ക്ക് എങ്ങനെ കോർക്കുന്ന എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇത് മ്യൂസിക്കലി ഉപയോഗിക്കുന്നവർക്ക് എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രശസ്ത ഇടയ്ക്കയുടെ എന്നത്തെയും ആചാര്യനായ ശ്രീ പല്ലാവൂർ അപ്പുമാരാർ അവറുകളാണ്. എങ്ങനെ ഇടയ്ക്ക കോർക്കാമെന്നുള്ളത് നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ ഉപകാരപ്രദമായിരുന്നു. ആ വിഷയം ഞാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാനത് ഈ യൂട്യൂബിൽ ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇടയ്ക്ക കോർക്കേണ്ട ഒരു ചെറിയൊരു ടിപ്പാണ് അതിലുള്ളത്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. പഞ്ചവാദ്യത്തിന് കൊട്ടുന്ന ഇടയ്ക്ക കോർക്കുന്ന രീതിയും ഒരു കച്ചേരി അല്ലെങ്കിൽ അങ്ങനെ മ്യൂസിക്കലി ഉപയോഗിക്കുന്ന ഒരു ഇടയ്ക്ക കോർക്കുന്ന രീതിയും രണ്ടും വ്യത്യസ്തമാണ്. അത് വ്യത്യാസം നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ പറയാനുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് രണ്ട് രീതിയിലാണ് ഉപയോഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത്. ഒന്ന് കൊട്ടുന്ന രീതിയും എല്ലാം മ്യൂസിക്കലായിട്ട് ഉപയോഗിക്കുന്നതും കൊട്ടുന്ന ഇടയ്ക്കയും ഉപയോഗിക്കുന്ന രീതിയും പ്രയോഗ രീതിയും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിശദീകരിക്കാൻ എങ്ങനെ മ്യൂസിക്കലി ഉപയോഗിക്കുന്ന ഒരു ഇടയ്ക്കയും എങ്ങനെ ഇത് ഉപയോഗപ്രദമാവും എന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഈ കാര്യം ഇടയ്ക്ക പ്രയോക്താക്കൾക്കാണ് ഇത് ഞാൻ പറയുന്ന വിഷയം ഉപകാരപ്രദമാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ സാധാരണ ഇടയ്ക്ക കുറക്കുന്ന രീതിയിൽ തന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ കുറക്കുന്ന രീതിയിലാവില്ല ചിലപ്പോൾ ചെയ്യാം. ഇതൊന്ന് പൊന്തണം കുറച്ച്, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇരിക്കാനുള്ളത് വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉന്തി വെക്കാതെ ഇങ്ങനെ നിരക്കി വെക്കാതെ ഇതുണ്ടോ, അതിനുള്ളൊരു സ്പേസ് അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും. എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതൊക്കെ കുറ്റി ഫുള്ളായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ അടി ആദ്യം സെൻറ്റർ ചെയ്യുക, മേലെ വീണ്ടും സെൻറ്റർ ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് സാധാരണ പോലെ തന്നെ ഇങ്ങനെ വലിച്ചു. ഇത് ഇളകാതിരിക്കുക ഇങ്ങനെ പിടിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പിടിച്ച് അമർത്തുമ്പോൾ ഇവിടെ കുറച്ച് അധികമാവും, അത് വരാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് എന്നിട്ട് ഇത് ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ സായാണെങ്കിൽ ഇതിൻ്റെ പഞ്ചമത്തിൽ വന്ന് കെട്ടി നിൽക്കണം എന്നാണ് പറഞ്ഞത്. വെച്ചിട്ട് ഒരുവിധം അത് കുറച്ച് ടൈറ്റാക്കുക നന്നായിട്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉരാക്കുളത്ത് പോലെ ഇങ്ങനെ കെട്ടിയിടുക, അതങ്ങനെ കെട്ടിയിടുക. എന്നിട്ട് ഈ കുറ്റി എടുത്തിട്ട് നേരെ സെൻറ്റർ ചെയ്യാൻ ലേശം വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളിത് കോർക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ മറ്റേ കോർക്കാൻ പോലെ തന്നെ കോർക്കുക. ഇതിട്ട് കോർക്കുക, അത് കഴിഞ്ഞിട്ട് പൊടിപ്പ് വയ്ക്കുക, എന്നിട്ട് തൂക്കിയിടുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് കൊട്ടാൻ പോകുന്ന സമയത്ത് ഇത് പതുക്കെ അഴിക്കുക. ഇത് അഴിച്ച് പിന്നെ വലിക്കുന്നരുത്. കൊട്ടുന്ന തോളത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് വെച്ച് ഒന്നും വലിക്കണ്ട, വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇത്ര കെട്ടിയിടുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ കോർത്ത ആ സൗണ്ടിൽ തന്നെ അവിടെ അതിൽ വന്ന് നിൽക്കും. നമുക്കിത് ഇതിൻ്റെ കോർക്കുമ്പോൾ അതിൻ്റെ ഏത് റേഞ്ചിലാണ് സൗണ്ട് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. അദ്ദേഹം എനിക്കിങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ഫോളോ ചെയ്തപ്പോൾ എനിക്കത് വളരെ സൗകര്യമായിട്ട് തോന്നി. നമുക്കിങ്ങനെ കോർത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ കെട്ടിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വായിക്കാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. അത് എങ്ങനെ എനിക്കറിയില്ല, നല്ല സൗകര്യമാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.
ഉപകാരപ്രദമായാൽ നിങ്ങളും അത് പിന്തുടരുക. ഈ വീഡിയോ ഇടയ്ക്ക ആചാര്യൻ പല്ലാവൂർ അപ്പുമാരാർ അവർക്ക് പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.